الحمد لله رب العالمين نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا وامسحوا بوجوهكم وأيديكم ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിലെ ഒരു പ്രധാന കർമ്മമായ ഉളൂഇനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. സൂറത്ത് അൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിന്റെ വിശദീകരണം. രണ്ട് കാര്യമാണ് ഇനിയും അതിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന് തയമ്മുമിനെ പറ്റിയാണ്, മറ്റൊന്ന് കുളിയെ പറ്റിയാണ്. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധികളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ് ആധുനിക ലോകം അതിനെ വിലയിരുത്തുന്നത്. കർമ്മശാസ്ത്രം പറയുമ്പോൾ കൃത്യമായി പച്ചയായ രീതിയിൽ നിബിധങ്ങൾ അത് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾ അതിനെ വിലയിരുത്തുന്നത് ഇസ്ലാം മതം എന്തൊരു നല്ല മതമാണ്, വലിയ വലിയ ഉന്നത കാര്യങ്ങൾ മുതൽ തുടങ്ങിയിട്ട് മനുഷ്യന്റെ ചെറിയ ചെറിയ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിഷയങ്ങൾ വരെ കൃത്യമായും പച്ചയായും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മതത്തിലേക്ക് വലിയൊരു വിഭാഗം ആകർഷിക്കപ്പെടുമ്പോൾ ഞങ്ങളാണ് വലിയ ആളുകൾ, ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധി എന്നൊക്കെ പറയുന്ന സ്വയം ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ചില ജീവികൾ പറയുന്നത് എന്താണ് ഈ ജാതി കാര്യങ്ങളൊക്കെ മതത്തിൽ പഠിപ്പിക്കുന്നത്, ഈ 21-ാം നൂറ്റാണ്ടില് ഇതൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നത് മോശല്ലേ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലേക്ക് പോലെയുള്ള ചില സാധാരണക്കാരായ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വലിയ വലിയ മഹാന്മാരൊക്കെ കണ്ടതാണ് കാഴ്ച. എല്ലാ കാര്യവും പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് വൃത്തിയെപ്പറ്റിയും വൃത്തിയുമായി ബന്ധപ്പെട്ട ഉളൂഇനെ പറ്റിയും ഖുർആൻ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു തന്നത്. ബാക്കിയുള്ളതൊക്കെ നിസ്കരിക്കണം എന്നും നോമ്പ് നോൽക്കണം എന്നും ഹജ്ജ് നോൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഖുർആൻ നേരിട്ട് ഇടപെട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഉളൂഇനെ പറ്റി നമ്മൾ പറഞ്ഞു. തൊട്ടടുത്ത് അല്ലാഹ് പറയുന്നത് വഇൻ കുന്തും ജുനുബൻ ഫത്തഹറൂന, നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിൽ ശുദ്ധിയാവണം. ഇസ്ലാമിലെ രണ്ട് അശുദ്ധികളാണ് പറയുന്നത്, അൽ ഹദസുൽ അക്ബർ, അൽ ഹദസുൽ അസ്ഗർ.
ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ഉളു നിർബന്ധമായ അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. വലിയ അശുദ്ധി രണ്ട് രൂപത്തിലാണ്. അതിനൊന്നാണ് ജനാപത്തുകാരനാവുക എന്നത്. മറ്റൊന്ന് സ്ത്രീകൾക്കുള്ളതാണ് ആർത്തവം ഉണ്ടാവുക അല്ലെങ്കിൽ നുഫാസ്, പ്രസവിക്കുക എന്നത്. ഈ മൂന്ന് കാര്യമാണ് കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥം. അപ്പോ ജുനുബിനാണ്, ജനാപത്തുകാരന് കുളി നിർബന്ധമാണ് ശുദ്ധിയാവണമെങ്കിൽ. ഒളു എടുത്താൽ പോരാന്നർത്ഥം. ജനാപത്തുകാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധം നടത്തിക്കഴിഞ്ഞതിന്റെ ശേഷമുള്ള അവസ്ഥക്കാണ് ജനാപത്തുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ ജനാപത്തുകാരൻ കുളിച്ചു വൃത്തിയാവണം എന്നതാണ്. എന്നാലേ അവന് നിസ്കരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവന് വലിയ അശുദ്ധി ഉണ്ട് എന്ന്. കുളി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതിന്റെ ഏറ്റവും സിമ്പിളായ രൂപം ശരീരം മുഴുവനും വെള്ളം നനയുക എന്നത് മാത്രമാണ്. ശരീരം മുഴുവനും വെള്ളം നനയുക, അത്രയേ ഉള്ളൂ. എന്നാ കുളി പരിപൂർണമായി. അതിലും ഒരു വിശ്വാസം വേണ്ടതില്ല. ശരീരം മുഴുവനും വെള്ളം നനയുക. വിശദമായിട്ടും കുളിക്കാം. അതിന്റെ രീതിയും സുന്നത്തുകളിൽ വന്നിട്ടുണ്ട്. ജനാപത്തുകാരനാണെങ്കിൽ ആദ്യം ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പ്രത്യേകിച്ച് അവന്റെ നജിസുള്ള അവയവങ്ങളൊക്കെ വൃത്തിയാക്കുക. പിന്നീട് സാധാരണ പോലെ ഒളു എടുക്കുക. എന്നിട്ട് തലയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കുക. ശരീരത്തിലും വെള്ളമൊഴിക്കുക. കുളിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കർമ്മശാസ്ത്രപരമായ മസ്അലകൾ പറയുമ്പോൾ പണ്ഡിതന്മാർ തമ്മിൽ അനൈക്യമുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു സംഗതി തള്ളിക്കളയണം എന്നുള്ളതില്ല. എല്ലായിടത്തും ഉണ്ടാവും. മനുഷ്യന്മാരാണ്. സംഘടനയിലുണ്ടാവും, കമ്മിറ്റിയിലുണ്ടാവും, കുടുംബത്തിലുണ്ടാകും, സ്ഥാപനങ്ങളിലുണ്ടാകും. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ മോശമാണ് എന്ന് അതിനാരും പറയില്ല. ഞാൻ ഈ കുടുംബത്തിലേക്കില്ല, അവിടെ ആകെ അഭിപ്രായ വ്യത്യാസമാണ്. വാപ്പൊന്ന് പറയും, മകനൊന്ന് പറയും, ഞാൻ അവിടെ ഇല്ല എന്ന് പറയലില്ല. അതിന് പരിഹാരം കാണലും യുക്തമായത് സ്വീകരിക്കലുമാണ്. അത്ര തന്നെ ഇസ്ലാമിലുള്ളൂ. ചില ഹദീസുകളെയും ആയത്തുകളെയും മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർക്ക് അതിന് അവർക്ക് ഉപോത്ഭകമായ തെളിവ് കിട്ടാതിരിക്കുന്നിടത്തോളം കാലം അവരതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാവും. അങ്ങനെയാണ് മദ്ഹബുകളൊക്കെ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിലേറ്റവും ഉത്തമമായതും കൂടുതൽ തെളിവുകളുള്ളതും കൂടുതൽ പണ്ഡിതന്മാർ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞതുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അവിടെ പ്രശ്നം തീർന്നു. ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല. അത് പരിശോധിക്കാം. തുണിപ്പേടിയേറി ചെന്നാൽ നല്ല ലൈറ്റിന്റെ മുമ്പെന്ന് ഒരുപാട് വലിച്ചിട്ട് വരും ഒരു തുണി എടുക്കാൻ ചെന്നാൽ. അതുകൊണ്ട് തുണി എടുക്കണ്ടെന്ന് തീരുമാനിക്കലില്ല ആരും. നോക്കിയിട്ടും അന്വേഷിച്ചിട്ടും കമ്പനി നോക്കിയിട്ടും അതിന്റെ കൃത്യത നോക്കിയിട്ടും വില നോക്കിയിട്ടൊക്കെ നമുക്ക് യോജിക്കുന്ന ഒന്ന് തിരഞ്ഞെടുക്കും. അപ്പൊ മാനദണ്ഡങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് സ്വന്തം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് അത് സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അതുകൊണ്ട് കുളി അങ്ങനെയാണ്. ആദ്യം ഒളു ചെയ്യുക, പിന്നെ ശരീരം മുഴുവൻ കുളിക്കുക, തല 3 പ്രാവശ്യം നന്നായിട്ട് കഴുകുക, ശരീരം പിന്നെ എണ്ണം പറഞ്ഞിട്ടില്ല, നന്നായി വൃത്തിയാക്കുക,
ഒരഭിപ്രായമുള്ളത് കാല് കഴുകൽ വേണമെങ്കിൽ കുളി കഴിഞ്ഞിട്ടാവാം, കുളിയുടെ പരിപൂർണ രൂപത്തിൽ. അങ്ങനെയും അഭിപ്രായമുണ്ട്. കാലല്ലാത്തതൊക്കെ കഴുകുക, സാധാരണ പോലെ ഒതുർക്കും പോലെ. കാല് കഴുകൽ കുളി കഴിഞ്ഞിട്ട് വിശദമായിട്ടൊന്ന് കാല് കഴുകുക. അപ്പൊ ഫ്രഷ്, നല്ല നല്ല കുളിയായി. ഇതാണ് അതിന്റെ രണ്ട് രൂപങ്ങൾ. ഇത് സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് മത്ത് പിടിച്ച്, മദ്യം നിരോധിക്കാൻ തുടങ്ങുമ്പോ പറഞ്ഞു, മത്ത് പിടിച്ച് കള്ള് കുടിച്ച് പള്ളിയിലേക്ക് വരരുത്. വലാ ജുനുബൻ, ജനാബത്തുള്ള ആളും പള്ളിയിൽ വരാൻ പാടില്ല. ഇല്ല ആബിരി സബീൽ, പള്ളിയിൽ വിട്ട് കടക്കുന്നത് കൊണ്ട് വിരോധമില്ല. ജനാബത്തുകാരനാണ്, പള്ളിയിലൊരു സാധനം വെച്ച് മറന്നു, കയറി എടുക്കാം, വിരോധമല്ല, എടുത്തു പോണമെന്നുള്ളൂ. പള്ളിയിൽ അവിടെ പോയി ഇരിക്കാൻ പാടില്ല, അവിടെ കൂടാൻ പാടില്ല എന്നേ അർത്ഥമുള്ളൂ. ഒരു പള്ളിയുടെ ഒരു വാതിലൂടെ കയറി മറ്റേ വാതിലൂടെ പുറത്തു പോകാം, അതിന് വിരോധമല്ല. ഇല്ല ആബിരി സബീൽ, വഴി മുറിഞ്ഞു കിടക്കുന്നതിന് കുഴപ്പമില്ല. ഹത്താ തഗ്തസിലു, കുളിക്കുന്നത്, കുളിച്ചാൽ ശുദ്ധിയായി. ഇനി രണ്ടിലും പറഞ്ഞ കാര്യങ്ങൾ, ആ ആയത്തിലും ഈ ആയത്തിലും പറഞ്ഞ കാര്യമാണ്. വൈൻ കുന്തും മർല അങ്ങനെ പറയണ്ട. വൈൻ കുന്തും ജുനുബൻ ഫത്തഹറു, അത് പിന്നെ മായിദയിലെ 6-ാമത്തെ ആയത്തിലാ പറഞ്ഞത്. അങ്ങനെ ജനാബത്തുകാരനാണെങ്കിൽ ശുദ്ധി വരുത്തുക. അവിടെ പറഞ്ഞത് കുളിക്കാതെ നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന്. ഇനി പറഞ്ഞ കാര്യമാണ് വൈൻ കുന്തും മർല, നിങ്ങൾക്ക് കുളിക്കാൻ കഴിയില്ല, ഓതുണ്ടാക്കാനും കഴിയില്ല. കുളിക്കാൻ കഴിയില്ലെങ്കിൽ എന്നത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് സൂറത്തുൻ നിസായിൽ 43-ാമത്തെ വചനം. ഇതൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ തഫ്സീറുകളൊക്കെ നിങ്ങളൊരു മലയാള തഫ്സീറൊക്കെ എടുത്ത് വായിച്ചാൽ മതി. അതിന്റെ ചില ഹിൻസ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞത് ഒളു ചെയ്യാൻ. അപ്പൊ ഒളുവിന് പകരം, ഇല്ലെങ്കിൽ കുളിക്കുന്നതിന് പകരം വൈൻ കുന്തും മർല, നിങ്ങൾ രോഗികളാണ്. ഔ അലാ സഫരി, അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരാണ്. ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാള്, ഗായിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ കിതാബിയായ ഭാഷയിൽ അതിന് പറയാറുള്ളത് കാഷ്ടം എന്ന അർത്ഥത്തിലാണ്, അതല്ല യഥാർത്ഥത്തിൽ. ഗായിത്ത് എന്ന് പറഞ്ഞാൽ താഴ്ന്ന സ്ഥലം. പഴയ കാലത്ത് അങ്ങനെയാണ്. പഴയ കാലത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മനുഷ്യൻ ഒഴിഞ്ഞു പോവും. എന്നിട്ട് ഒരു കുണ്ടിൽ കുറച്ച് താഴ്ന്നൊരു ഭാഗത്ത് ഇറങ്ങി അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് വരും. അതാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാള്, കാഷ്ടിച്ചാൽ എന്നതിനർത്ഥമല്ല കേട്ടോ, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് താഴ്ന്ന സ്ഥലത്തുനിന്ന് കയറി വന്നാൽ, ഇപ്പോഴാണ് അങ്ങനെ മുട്ടുമ്പോ നമ്മൾ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് മണ്ടല്, മനസ്സിലായില്ലേ? ഇപ്പൊതൊക്കെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പണ്ടങ്ങനെയല്ല, ഒഴിഞ്ഞു പോകുന്ന, അങ്ങനെ വേണ്ടത് ഒഴിഞ്ഞു പോവുക. ശരി, കാലഘട്ടങ്ങൾക്ക് മാറി. ഏതായിരുന്നാലും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയാൽ എന്നതിന്റെ ഒരു കോഡാണ്. ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല, ഒതുടുക്കാനുള്ള വെള്ളം കിട്ടിയില്ല. ഫതയമ്മമു സഈദൻ ത്വയ്യിബാ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം. തയമ്മമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ ലക്ഷ്യം വെക്കണം, ഉദ്ദേശിക്കണം. സഈദ, മണ്ണ് ലക്ഷ്യം വെക്കണം. ത്വയ്യിബൻ, നല്ല വൃത്തിയുള്ള മണ്ണ്, അല്ലെങ്കിൽ പ്രതലം, സ്ഥലം എന്നൊക്കെയാണ് സഈദ് എന്ന് പറഞ്ഞ അർത്ഥം. ശരിക്കും മണ്ണ് എന്നല്ല, ഒരു ഉപരിതലം എന്ന അർത്ഥത്തിലാണ് സഈദ് എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ത്വയ്യിബ, നല്ല ഒരു ഉപരിതലം നിങ്ങൾ ഉപയോഗിക്കണം. എന്നിട്ട് വംസഹു, നിങ്ങൾ തടയണം. ബിഉജൂഹിക്കും, നിങ്ങളുടെ മുഖത്തെയും, വഅയ്ദിയക്കും, നിങ്ങളുടെ രണ്ട് കൈകളെയും, മിൻഹു, ആ പ്രതലം കൊണ്ട് നിങ്ങൾ തടയണം. എന്നിട്ട് അല്ലാഹ് പറയാ, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്,
നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ശുദ്ധി നൽകാനാണ്. നിങ്ങളൊന്ന് ഒരു വൃത്തി ഇല്ലെങ്കിൽ വൃത്തി ബോധമെങ്കിലും ഉണ്ടാക്കണം. അതാണ് തയമ്മും. വൃത്തിയാകണില്ലെങ്കിൽ ഞാനൊരു വൃത്തിയുള്ളവനാണ് എന്ന ബോധമെങ്കിലും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വേണമെന്നാണ്. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, ഇങ്ങനെ ഒരു അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ നന്ദി ചെയ്യാനാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല ഒരിക്കലും മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല. അപ്പൊ ഒരു മനുഷ്യന് ഒതുണ്ടാക്കാൻ വയ്യ, അല്ലെങ്കിൽ വെള്ളം കിട്ടാനില്ല, ഇല്ലെങ്കിൽ അല്പം കുടിവെള്ളം മാത്രമേ ഉള്ളൂ, അതെടുത്തിട്ട് ഒതുണ്ടാക്കണമെന്നൊന്നും അള്ളാഹു പറയണില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഉപരിതലം ഉദ്ദേശിക്കണം എന്ന്. നിങ്ങൾ ആലോചിച്ചു, ഇത് എത്ര സിമ്പിളാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷെ ഈ ഉസ്താദന്മാരുണ്ടല്ലോ, ഒളുവിനേക്കാളും പ്രയാസമായിട്ടാണ് തയമ്മുമിനെ പഠിപ്പിക്കുക. അതാ വലിയ സങ്കടം. അള്ളാഹ്ക്കും മേലെയാണ് മൗലവിമാര്. അള്ളാഹ് പറയണത് നിങ്ങളെ പ്രയാസപ്പെടുത്ത, അവിടെയാണ് വ്യത്യാസം, അവിടെയാണ് പൗരോഹിത്യം. അതുകൊണ്ട് തയമ്മും ചെയ്യാന്നൊക്കെ പറഞ്ഞാല് അത് എന്തോ ഒരു സംഭവമായിട്ടാണ് വയൽ പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും മസാല കൊടുത്തിട്ടൊക്കെ ഉസ്താദന്മാര് അത് സുയിപ്പാക്കൊരു ഒറ്റ മനുഷ്യനെ നേരെ നിസ്കരിക്കാനായിക്കൂല. മിക്കവാറും ഹജ്ജിന്റെ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങോട്ട് പോരല്ലേ, സുബഹി കഴിഞ്ഞിട്ട് രാവിലെ 8 മണിക്ക് 7 മണിക്ക് ഇറങ്ങുന്ന രൂപത്തിലാണ്. ഒറ്റ ആജിയന്മാരും സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ആജിയറി ചെയ്യണ തെറ്റതാണ്. മൗലവിമാരെ അയക്കൂല, കാരണം തയമ്മും ചെയ്യാൻ മണ്ണ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ പോയപ്പോ ഒരു ചെങ്ങായി മണ്ണ് കെട്ടിപ്പോയിഞ്ഞു കൊടുന്നു ഒരു കടലാസിൽ. ഓൻ തയമ്മും ചെയ്യാൻ വേണ്ടി മണ്ണിന് തുറന്നപ്പോ AC അല്ലേ, ഒക്കെപ്പാടിന് വലിച്ചിട്ട് ആ മനുഷ്യന്മാരെ ഫ്ലൈറ്റിലുള്ള എല്ലാ മനുഷ്യന്മാരെയും മോന്തക്ക അങ്ങോട്ട് ചെന്നു, ഇതിങ്ങോട്ട് തൂളിച്ചിട്ട്. അതില് നമ്മളെ പിരാകാത്ത വല്ല മനുഷ്യന്മാരും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഇസ്ലാം വെച്ചാൽ പിന്നെ പേര് പറഞ്ഞൊക്കെ ശരിയാണ്. അങ്ങനെ ഇസ്ലാം ഉണ്ടാവില്ല. ഒളുവിന് കഴിയാത്തതുകൊണ്ടാണ് തയമ്മുമെങ്കിൽ ഒളുവിനേക്കാളും സിമ്പിൾ ആവണം തയമ്മും. അതുകൊണ്ട് സിമ്പിളാണ് തയമ്മും. ഖുർആൻ ഒരിക്കലും മണ്ണ് എന്ന് പറഞ്ഞിട്ടില്ല, അർത്ഥവ്യാഖ്യാനത്തിലുള്ള വ്യത്യാസം മാത്രം. സ്വഈദ് എന്ന് പറഞ്ഞാൽ ഉപരിതലം എന്ന്. അപ്പൊ 2 അഭിപ്രായങ്ങൾ. തയമ്മുമില് ആകെ 4 അഭിപ്രായമാണ് തയമ്മുമിനെ പറ്റിയുള്ളത്. അതിൽ ഏറ്റവും ഉത്തമമായത് ഞാൻ പറഞ്ഞുതരാം. ഇനി ആരും തയമ്മും ചെയ്യാൻ മണ്ണിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കണ്ട. ആശുപത്രിയിൽ പോയാൽ നിസ്കരിക്കൂല, അവിടെ കടന്ന് മരിച്ചു പോയാലും നിസ്കരിക്കൂല. കാരണം ഒന്നുമില്ല, നഴ്സിനെ തൊട്ടുകൂന്നൊക്കെ പറഞ്ഞ അവിടെ കുത്തിരിക്കും. കാണാൻ പോണവർക്ക് അത്രയേ ഉള്ളൂ. ഓല് കൊറേ മൊസമ്പി വാങ്ങിക്കൊണ്ടോ, എന്നിട്ടെന്താ കാര്യം? ഓന് തിന്നാൻ വയ്ക്കോ? ഓന് പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യൻ നിസ്കരിച്ചിക്കണോ. ചിലപ്പോ ഈ രോഗത്തിൽ മരിച്ചു പോകും. മരണത്തിന്റെ ലക്ഷണമാണ് രോഗം. അതുകൊണ്ട് തയമ്മും ചെയ്തിട്ടെങ്കിലും നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ചില ആളുകളൊക്കെ അപ്പോഴെങ്കിലും സമ്മതിക്കും. ബാക്കിയൊക്കെ ഈ ഉസ്താദന്മാരെ വാക്ക് കേട്ടിട്ട് നായ തൊടാത്ത മണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് കൈക്കോട്ടെടുത്തിട്ട് കിണർ കളക്കാൻ പോവുക. എന്തൊക്കെ അഭ്യാസങ്ങളായി കാട്ടേണ്ടത്. ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, സിമ്പിളാണ്. അപ്പൊ പറഞ്ഞത് ഒന്നുകിൽ മണ്ണ്, ഇല്ലെങ്കിൽ അയ്യുഷൈഇൻ അലാ വജ്ഹിൽ അർള്. രണ്ടാമത്തെ അഭിപ്രായം അതാണ്. ഭൂമി ലോകത്തുള്ള ഉപരിതലം എന്ന് പറയാവുന്ന എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. ഒരു മനസ്സിനൊരു, അള്ളാഹ് പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സൊന്ന് ശുദ്ധിയാക്കുക, അതാണ് തയമ്മും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചുമരും അടിച്ചാൽ മതി. പിന്നൊക്കെ മസാലകളാണ്. ആ ചുമരുമ്പോ പൊടി വേണോ, പൊടി വേണ്ടേ, സിമന്റ് ഇട്ടത് പറ്റോ, ടൈൽസ് ഇട്ടത് പറ്റോ, മാർബിൾ ഇട്ടത് പറ്റോ, ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പോ ഒന്നാമത്തെ അഭിപ്രായം അത് മണ്ണാണ് എന്ന് മാത്രം ചില ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം മണ്ണ് എന്ന് മാത്രമല്ല, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാം പറ്റുന്നു. ഒന്നും വേണ്ട, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്, മണ്ണ് കൊണ്ടാകാൻ പറ്റുമോ? മണ്ണുള്ള എന്തെങ്കിലും കിട്ടുമോ? പൊടിയും മണ്ണൊന്നും ഫ്ലൈറ്റിൽ ഉണ്ടാവില്ല. തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലടിക്കാം, സീറ്റിലടിക്കാം. വെറുതെ ഇങ്ങനെ അടിക്കാം. എന്നിട്ട് മുഖം തടവുക, കയ്യും തടവുക. തയമ്മുമായി സുബഹിസ്കരിക്കുക.
ഈ സുബഹിസ്കരിക്കാത്ത ആജിയന്മാരെ കൊണ്ട് എന്ത് കാര്യമാണ്? അപ്പൊ നിസ്കരിക്കൂല, മനുഷ്യന്മാർക്ക് തോന്നൂല്ല, ഓന്നില്ല എന്നും പറഞ്ഞു ഇവിടെ എങ്ങനെ അടിക്കാം. ബസ്സിൽ യാത്ര ചെയ്യാ, ഔ അലാ സഫരിൻ ഫലം തജിദൂമാൻ. അവിടെ ഒറ്റ അഭിപ്രായമുള്ളൂ, ചിലപ്പം വെള്ളമൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നാണ്. വെള്ളം അന്വേഷിച്ചാൽ കണ്ടെത്തുമ്പോഴല്ലേ അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ. ഒരിക്കൽ റിയാദിന്ന് ജിദ്ദയിലേക്ക് പോരുമ്പോ ആലോചിച്ചോക്കണം, ഒരു ബസ്സിൽ യാത്ര പോരുമ്പോ ആജിയന്മാരേറ്റ് ഉമ്രക്കാരേറ്റ് പോരാണ്. കുറച്ച് മൗലവിമാരയിൽ വെള്ളം അന്വേഷിക്കണം എന്നുണ്ട്, കിതാബിലൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരുടെ പോയി മരുഭൂമി കൂടെ വെള്ളം അന്വേഷിക്കാനാന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടാനായി? സൗദി അറേബ്യയിലെ ഈ ഒഴിഞ്ഞ മരുഭൂമിയിൽ ഒരു ഇതും അറിയാത്ത നമ്മുടെ മലപ്പുറക്കാരൻ എന്ത് വെള്ളം എവിടെ പോയിട്ടാ കിട്ടുക? വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മും ചെയ്ത് നിസ്കരിക്കുക. ആളുകളെ സ്വീപ്പാക്കാൻ പറ്റുമോ? അത് അതിലേറെ വലിയ പ്രശ്നമാണ്. നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അത് അതിലും വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യും? അള്ളാഹ് പറഞ്ഞ് സ്വീകരിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കുല്ലുമാ അലാ വജ്ഹിൽ അർള് വഹുവ സഈദ്. സഈദ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നുള്ള നല്ല അഭിപ്രായം, ശരിയായ അഭിപ്രായം, അല്ലാഹു അലം, എല്ലാം ഉപരിലോകത്തുള്ള എല്ലാം നിങ്ങൾക്ക് തയമ്മും ചെയ്യാൻ ഉപയോഗിക്കാം എന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കുക. വെള്ളം കിട്ടിയില്ലെങ്കിൽ വൈകുന്തും അലാ സഫരി, അല്ലെ വൈകുന്തും മറല്ല, രോഗികളാണ്, വെള്ളം കിട്ടിയില്ല, അല്ലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ഉപയോഗിച്ചാൽ മരിച്ചു പോവും. കഠിനമായ തണുപ്പ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ രോഗി വഅലാ സഫർ, യാത്ര പോകുകയാണെങ്കിൽ ഫലം തജിദുമാ, വെള്ളം കിട്ടിയില്ലെങ്കിൽ ഫതയമ്മു, നിങ്ങൾ തയമ്മും ചെയ്യുക. സഈദൻ ത്വയ്യിബ, നിങ്ങളുടെ കയ്യിലുള്ള സഈദ് ഏതാണോ അത്. വിമാനത്തിൽ മണ്ണ് കിട്ടൂല, വിമാനത്തിൽ ഭൂമിയില്ല. വീട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിലത്തടിക്കാം. ആശുപത്രിയിലാണെങ്കിൽ 6ാമത്തെ 7ാമത്തെ തട്ടിന്റെ മുകളിലാണെങ്കിൽ രോഗിനെ താഴത്ത് കൊടുത്ത് മണ്ണ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ വെച്ച് എന്താണോ കിട്ടുന്നത് നിലത്തടിച്ച് ചുമരിലടിച്ച് വൃത്തിയുള്ള പ്രതലമായിരിക്കണം. ത്വയ്യിബ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എവിടെയെങ്കിലും അടിക്കാൻ പാടില്ല. നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ അടിച്ചുകൊണ്ട് തയമ്മും ചെയ്യണം. അപ്പൊ ഒരഭിപ്രായം മതി. രണ്ടാമത്തേത് വംസഹു ബിറുജൂഹിക്കും വൈദീക്കും വൈദീക്കും, നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ മുഖം തടവണം, അടിച്ചിട്ട് മുഖം തടവണം, കയ്യും തടവണം എന്നാണ്. അപ്പൊ ഒന്നാമത്തെ അഭിപ്രായം എവിടെ അടിക്കണം. രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം, പിന്നെ കയ്യ് എത്ര തടവണം എന്നാണ്. കയ്യ് എത്ര തടവണം, അതില് ചില പണ്ഡിതന്മാർ പറഞ്ഞു കയ്യ് മുട്ടുവരെ തടയണം. ഇങ്ങനെ തടവണം, മുട്ടുവരെ, രണ്ട് കയ്യും അടിച്ചിട്ട് മുട്ടുവരെ. മുഖം സംശയമല്ല, മുഖം തടവേണ്ടത് മുഖത്തിന്റെ അതിരിന്നല്ലേ നമ്മൾ പറഞ്ഞു, ആ മുഖം തടവ്. പിന്നെ കയ്യ് ഫുള്ള് തടവണം. ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അത് വേണ്ട, മുൻകൈ മാത്രം മതി. കൈ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, കൈ എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടും കൈയാണ്. അപ്പൊ അതിൽ മുൻകൈ മാത്രം മതി എന്നതാണ്. അല്ലാഹു അലം, ഏറ്റവും പ്രബലമായ അഭിപ്രായം മുൻകൈ മാത്രം മതി എന്നതാണ്. അവ മുൻകൈ തടവും. മുൻകൈയും മുഴുവനല്ല, മുൻകൈയിന്റെ പുറം ഭാഗം, 2 മുൻകൈയിന്റെയും പുറം ഭാഗം. ഇത്രയേ ഉള്ളൂ തയമ്മും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ പുറം ഭാഗം തടവും, തയമ്മുമായി. ഇനി പിന്നെ അത് തർത്തീബ് പ്രകാരം വേണോ എന്നുള്ളതാണ് വേറെ അഭിപ്രായം. തർത്തീബ് പ്രകാരം വേണോ? രണ്ടും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു. ആദ്യം മുഖം തടവുക, പിന്നെ കൈ തടവുക. അതും തയമ്മുമാണ്. അങ്ങനെ നബി ചെയ്തിട്ടുണ്ട്, തയമ്മും ചെയ്തിട്ടുണ്ട്. ആദ്യം കൈ തടവുക, അല്ലെങ്കിൽ മുഖം തടവുക, പിന്നെ കൈ തടവുക, അല്ലെങ്കിൽ ആദ്യം കൈ തടവുക പിന്നെ മുഖം തടവുക. ഇതിൽ തർത്തീബ് ആവശ്യമില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു സംശയമുള്ളത് 1 അടി മതിയോ 2 അടി മതിയോ എന്നുള്ളതാണ്. മറ്റൊരു അപ്പൊ സഹിയായ ഹദീസ് അത്തയമ്മുമു ലർബത്തുൻ വാഹിദ എന്നതാണ്. ഒരൊറ്റ അടി മതി, ഒരടി മതി. അപ്പൊ തയമ്മും എന്താണ്? ഇവിടെ ഇരിക്കുന്നവർക്ക് കാണും, ഞാൻ കാണിച്ചാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള പ്രതലം, വൃത്തിയുള്ള ഒരു പ്രതലം, 2 കൈ കൊണ്ടും ഒന്നടിക്കുക. പിന്നെ നബി ഒന്ന് ഊതി എന്ന് കാണാൻ പറ്റും. വല്ല പൊടിയും കൈയുമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഊതിയിട്ട് ആ പൊടിയൊക്കെ കളയുക, അത് മുഖത്ത് വെച്ച് തേക്കണ്ട.
എന്നിട്ട് മുഖം തടവുക. അതേ കൈകൊണ്ട് തന്നെ ഒന്ന് വലത്തെ കൈയിന്റെ പുറവും മുൻകൈയിന്റെ പുറവും ഇടത്തെ കൈയിന്റെ മുൻകൈയിന്റെ പുറവും. അപ്പൊ അത്രയുള്ളൂ തൈമം. അപ്പൊ സിമ്പിൾ, ഒരടി, മുഖം, കൈ, ബസ്. ഇതിനാണ് മനുഷ്യന്മാർ കടന്നിറങ്ങാറാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാക്കി തീർക്കാൻ അല്ലാഹു തആല നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വലാകിൻ ലിയുതഹിറക്കും, നിങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ, നിങ്ങളുടെ മനസ്സിനൊരു ശുദ്ധിബോധം ഉണ്ടാക്കാൻ, നിങ്ങൾക്കൊരു വൃത്തിബോധം ഉണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യാത്രയിലാണ്, നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വെള്ളം കിട്ടിയില്ല. നിസ്കാരം അങ്ങനെ തന്നെയല്ലേ? എങ്ങനെ നിസ്കരിക്കാൻ പറ്റാച്ചാൽ റൂഹ് ശരീരത്തിലുള്ളിടത്തോളം കാലം എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കണം. ഇരുന്നിട്ടോ കടന്നിട്ടോ നിന്നിട്ടോ എങ്ങനെ കഴിയാച്ചാൽ അങ്ങനെ നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും ഒഴിവാകണില്ല. ബോധമുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാകണില്ല. അപ്പോ ഒളുവും തയമ്മും ഒഴിവാകണില്ല. ഇനിയൊരു മസാല ഉണ്ട്, ഒരാൾക്ക് തയമ്മും അങ്ങനെ ചെയ്യാനും കഴിഞ്ഞില്ലെങ്കിലോ, അങ്ങനെ ചെയ്യാനും കഴിഞ്ഞില്ല, ഈ പറഞ്ഞതും ചെയ്യാൻ കഴിയില്ലെങ്കിലോ അങ്ങോട്ട് നിസ്കരിക്കണം എന്നാണ്. അതാ മസാല. ഇതും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരാൾക്ക്, എന്താ ചെയ്യാ, നിസ്കരിക്കാതിരിക്കുക? അല്ല, ഓനാണ് നിസ്കരിക്കന്നെ. ഇതാണ് ശരിയായ മസാല. ഇതെല്ലാ കിതാബിലും പറഞ്ഞതാണ്. അപ്പൊ ജനാബത്ത് ഉണ്ടാകുന്ന കാര്യത്തിന് കൂടി വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൈൻ കുന്തും മർള ഔ അലാ സഫരി ഔ ജാഅ അഹദും ബികും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ ഒരാള് മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നാൽ ഔ ലാമസ്തുമുൻ നിസാ, അതാണ് ജനാബത്ത്. നേരത്തെ സൂറത്തുൻ നിസായിൽ കൃത്യമായ ജനാബത്ത് പറഞ്ഞു. ഇവിടെ ഔ ലാമസ്തുമുൻ നിസാ, അതല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ ഫലം തജിദുമാ, ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മും. അപ്പൊ കുളിക്ക് പകരവും കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർ വിളിച്ചു വെക്കലുണ്ട്, കുളിക്ക് എങ്ങനെ തയമ്മും ചെയ്യാം? ഈ തയമ്മും ഉള്ളൂ. ഇതന്നെ ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന തയമ്മുമാണ് കുളിക്ക് പകരവും ഒളുവിന് പകരം. ധൈര്യമായിട്ട് നിസ്കരിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമെങ്കിലും മയ്യത്തിനും തയമ്മും ചെയ്തു. ചില പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വന്നാൽ മയ്യത്തെ നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് തയമ്മും ചെയ്ത് കൊടുക്കാം, എവിടെയെങ്കിലും ഒന്ന് തൊട്ടിട്ട് ഒന്ന് മയ്യത്തിന്റെ മേലെ തൊട്ട തയമ്മുമായി ബസ് കഴിഞ്ഞു. അപ്പൊ കുളിക്ക് പകരവും ഇതേ തയമ്മും, അല്ല വേറെ തയമ്മും ഒന്നുമില്ല. ഒളുവിനും ഇതേ തയമ്മും. ലാമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ അത് ഒളു മുറിയണതാണോ കുളി നിർബന്ധമാകുന്നതാണോ എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത്, ലാമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തൊട്ടാലാണ്. അതുകൊണ്ട് സ്ത്രീകളെ തൊട്ടാൽ ഒളു എടുക്കണം, അല്ലെങ്കിൽ തയമ്മും ചെയ്യണം എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാ ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ലമസ എന്ന് പറഞ്ഞാൽ തൊടുക എന്ന് പറഞ്ഞ, ഖുർആനിൽ വേറെ സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മസ്സ എന്ന് പറഞ്ഞ പിന്നെ മിൻ ഖബലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ തൊടുന്നതിന്റെ മുമ്പ് ഖുർആനിൽ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ്. അപ്പൊ ലാമസ എന്ന് പറഞ്ഞാൽ തൊടല്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. അതുകൊണ്ട് സ്ത്രീകളെ തൊട്ടാൽ ഒളു ഉണ്ടാക്കേണ്ടതില്ല. തൊടുക എന്ന് പറഞ്ഞാല് സാധാരണ തമാശയായിട്ട് പറയണ്ട്, പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നു മുറി വെച്ചാൽ പെണ്ണുങ്ങളെ തൊട്ടാൽ ഇപ്പൊ എല്ല് മുറിയും ഒളു മുറിയില്ല എന്നാ പറഞ്ഞു കൊടുക്കല്. ആവശ്യമില്ലാതെ പോയി പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല. സ്വന്തം ഭാര്യനെ പോലും തൊടൂല മനുഷ്യന്മാരെ. തൊടണമെന്നല്ല, ഒന്നുണ്ടാക്കി തൊടൊന്നും വേണ്ട. പക്ഷെ ഒരു ഭാര്യയുടെ മേലെ കൈ തട്ടിയ ഒന്നു മുറിഞ്ഞു എന്നുള്ളത് അത് ശാഫിഈ മദ്ഹബിലെ ഒരു മസ്അല മാത്രമാണ്, വേറെ ഒരാൾക്കില്ല. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുമ്പോ ആദ്യം തന്നെ ലിവർ മാറ്റിയാണ്. എവിടെ എയർപോർട്ടിൽ ചെന്ന ആദ്യം മൗലവിമാര് പറഞ്ഞു കൊടുക്കല്, ഇനി നമുക്ക് പോയാൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മദ്ഹബ് മാറ്റിക്കോളി, എല്ലാവരും ഇപ്പൊ നമ്മൾ ഹനഫി മദ്ഹബായി എന്ന് പ്രഖ്യാപിച്ചോളി എന്നാണ് പറയല. ഉസ്താദന്മാർക്ക് എന്തും ചെയ്യാം, അതിന് കുറെ ആ കൗമു ഇവര് പറഞ്ഞതൊക്കെ ശരിയാന്നാ. ഓരിപ്പോ പടച്ചോ എന്നെ മനുഷ്യനെ പടച്ചോ അങ്ങനെ, അതിന് കുറെ ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്ക് മനുഷ്യന്മാരുടെ ബുദ്ധി. അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കണില്ല. നബിതങ്ങള് നിസ്കരിക്കുമ്പോ ആയിഷാബിയോടെ കിടക്കുണ്ടാവും, നബി തൊടും. ഒതു കൊടുത്തിട്ട് ആയിഷാബിയെ ചുംബിച്ചിട്ടുണ്ട്, എന്നിട്ട് നബി ഒതുണ്ടാക്കാതെ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം,
എനിക്ക് വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ്. വികാരത്തോടുകൂടി ഒരു പെണ്ണിനെ തൊട്ടാൽ എന്ന് പറഞ്ഞാൽ ഭാര്യനെ തൊട്ടാൽ ഒന്ന് മുറിയും, സംശയമൊന്നുമില്ല, ആർക്കും സംശയമില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി സ്പർശിച്ചാൽ ഒന്ന് മുറിയും, സംശയമല്ല. പക്ഷെ വെറുതെ ചായ കൊടുന്ന് ഒന്നുണ്ടാക്കിയ ദിവസം വെള്ളം തട്ടുമ്പോഴേക്കും ഓതുകൊണ്ട് പോകുക എന്നുള്ള അങ്ങനെ ഉണ്ടാവില്ല. അത് ഒരു മദ്ഹബിലുമില്ല, ഷാഫി മദ്ഹബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും സ്വീകാര്യമായത് ഷാഫി മദ്ഹബിന്റെതല്ല, മറ്റു മദ്ഹബുകളുടേതാണ്. അത് സ്വീകരിക്കാം. അതന്നെയാണ് ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നമ്മളൊക്കെ സ്വീകരിക്കല്. അത് ഹജ്ജിനും വന്നാലും അങ്ങനെ സ്വീകരിച്ചാൽ മതി, എന്നാ പ്രശ്നം തീരും. അപ്പൊ അതുകൊണ്ട് ലാമസ്തും എന്നതിന്റെ അർത്ഥം അതാണ്. സ്ത്രീകളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ ജനാബത്ത് എന്നതിന് പറയാം, കുളി നിർബന്ധമാകും. അതുകൊണ്ട് ഇസ്ലാമിന്റെ മസലകളാണ്. അത് സിമ്പിളായിട്ട് ഒരു വലിയ കാര്യത്തിന് പകരമായി അല്ലാഹു തആല ഒരു മസല പറഞ്ഞു തരുമ്പോ അത് സിമ്പിളായിരിക്കും, നിസ്സാരമായിരിക്കും, ചെറുതായിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക്, രോഗികൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. അവരൊക്കെ ആകെ എന്തെങ്കിലുമൊക്കെ മജ്‌ലിസ് തൂർന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടണ 4-5 വയലിലോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ വസ്വാസ് മനസ്സിൽ നിന്ന് മാറ്റണം. ഒരു തയമ്മും ഒളുവിന്റെ ഭാഗത്താ. ഷാഫി മദ്ഹബിൽ വേറെ അഭിപ്രായങ്ങളുണ്ട്. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. തയമ്മും ഒളുവിന്റെ സ്ഥാനത്ത് നിൽക്കും. വെള്ളം കിട്ടിയാൽ തയമ്മും ബാത്തിലാവും, വെള്ളം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തയമ്മും ബാത്തിലാവും. അത്രേ ഉള്ളൂ. ഒളുമുറിന കാര്യങ്ങൾ കൊണ്ട് തയമ്മും, ഒളുമുറിന കാര്യം ഉണ്ടായ തയമ്മും മുറിയും. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഒളുഅ്, കുളി, തയമ്മും എന്നത് ഇസ്ലാമിന്റെ കൃത്യമായ വൃത്തിബോധവുമായി ബന്ധപ്പെട്ട മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, അതോടൊപ്പം മനുഷ്യന് ഇസ്ലാം എളുപ്പമാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമദാൻ മാസമാണ്, ഏറ്റവും കൂടുതൽ അറിവുകൾ നേടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഅ്മിനരെ, റമദാൻ മാസം സമാഗതമാകുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് റമദാനൊക്കെ ആവുമ്പോൾ നമ്മളൊന്ന് റീഫ്രഷ് ആകുക. അപ്പം അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക കാര്യം എന്ന നിലക്കാണ് ഞാൻ ഈ 2 ആയത്തുകൾ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ 2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇങ്ങനെ നമ്മൾ പഠിക്കാനിരുന്നാൽ നമ്മുടെ സമയം, എത്രയോ സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഇനി റമദാനായാൽ നമ്മളൊക്കെ നിസ്കരിക്കും. സാധാരണത്തെക്കാൾ ഉപരി സുന്നത്തുകളും മറ്റു കാര്യങ്ങളും നമ്മൾ നിസ്കരിക്കും. അതുപോലെ ഖുർആൻ ഓതും, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒന്നുകൂടി പഠിച്ച് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൂലി അധികം ഉണ്ടാവും. ഇവിടെ ഹദീസ് മനുഷ്യർക്ക് നിസ്കരിക്കും, പക്ഷെ നിസ്കാരത്തിന്റെ മുഴുവൻ ശതമാനവും അവന് ലഭിക്കുന്നില്ല എന്നല്ല. ഇപ്പൊ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന് കിട്ടുക ചിലപ്പം 10-1. അപ്പൊ നമ്മൾ തന്നെ നിസ്കരിക്കുമ്പോ എല്ലാരും കൂലി ഒരുപോലെ എല്ലാ ഹദീസിൽ വന്ന് 10-1, 9-1 കിട്ടുന്നവരുണ്ട്, 8-1 കിട്ടുന്നവരുണ്ട്, 7-1, 6-1. അതുപോലെ അങ്ങനെ പോന്നിട്ട് 5-1, 4-1, 3-1, 2-1 വരെ കിട്ടുന്ന ആളുകൾ ഉണ്ടാവും. മുഴുവൻ കിട്ടുന്ന ആളുകൾ വളരെ കുറവാന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. എന്താ കാരണം എന്നറിയോ? നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം കാല് വെക്കുന്നത്, കൈ വെക്കുന്നത് പഠിച്ചാൽ സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഒന്ന് മെനക്കെട്ട് പഠിക്കാതെ, ഞാൻ കഴിഞ്ഞ ഒളുവിനെ പറ്റി പറഞ്ഞ പോലെ ഏതോ പഠിച്ച ഒരു ഓർമ്മയിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോവുകയാണ്. പക്ഷെ നമുക്കൊക്കെ നന്നായി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. റമദാനില് അതിന്റെ കൂലി കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ കൂടുതൽ അറിവുകൾ നമുക്ക് നേടാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم آت أنفسنا تقواها
زكيها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.